ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ക്യൂട്ട് ലാവൻഡർ കീ ചെയിൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 പ്ലൈ ക്രോഷേ യാൺ, പിന്നെ ഒരു 3mm ഹുക്ക്, ഇതുപോലൊരു സിസർ, പിന്നെ ഒരു ടേപ്പസ്ട്രി നീഡിലാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് യാൺ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോണില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവർ അതൊന്ന് കണ്ടാൽ മതി. ഇവിടെ നമുക്ക് 21 ചെയിൻസാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ 5 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെയിൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ 21 ചെയിൻസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് ആ സെയിം ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലേക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെയിം ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ 2 പെറ്റൽസ് നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 18 പെറ്റൽസും ഈ ഒരു സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം എൻ്റെ വീട്ടിൽ അത്യാവശ്യം നന്നായി സൗണ്ടിൽ തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവരുടെ സൗണ്ടൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. മൈക്ക് അത്ര നല്ലൊരു മൈക്കല്ല. നോയ്സ് ക്യാൻസലേഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കും. ഇപ്പം ഞാൻ ആ ഒരു സെയിം പാറ്റേൺ എല്ലാത്തിലും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു ഇങ്ങനെ ഈ ഒരു ക്രോഷേ ചെയ്യാൻ ഭയങ്കര ടഫാണോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അത്ര ടഫൊന്നുമല്ല. ബിഗിനേഴ്സിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ അറിയുകയാണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ക്രോഷേ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ കാണുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ചെയിനിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ടൈറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഈ 2 എൻഡും കൂടി ഒന്ന് കെട്ടി കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നന്നായി മുറുക്കി തന്നെ കെട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ബാക്കിയുള്ള ഈ ടെയിൽസില്ലേ അത് നമുക്ക് ഒരു ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം.
ഇപ്പം ഞാനിവിടെ 2 എൻഡും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ഫ്ലവർ കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് ചെയ്യാൻ പോണത് ലീവ്സാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 10 ചെയിൻസാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇത് 10 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിനിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക്, അതായത് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇതുപോലെ 5 ഹാഫ് ഡബിൾ ക്രോഷയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ, തേർഡ് ഹാഫ് ഡബിൾ ക്രോഷേ, ഫോർത്ത് ഹാഫ് ഡബിൾ ക്രോഷേ, ഫിഫ്ത്ത് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് നെക്സ്റ്റ് 4 ചെയിനിലേക്ക് സിംഗിൾ ക്രോഷയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് സിംഗിൾ ക്രോഷേ, ഫോർത്ത് സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് 2 ചെയിൻ സ്റ്റിച്ചാണ്. 1 2. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഭാഗമില്ലേ, അതായത് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ അപ്പുറ ഭാഗം, അവിടെ വെച്ചിട്ട് വീണ്ടും ഈ ഒരു പാറ്റേൺ റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യുക. അതായത് 4 ഡബിൾ ക്രോഷേ ആദ്യം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് ഡബിൾ ക്രോഷേ, ഫോർത്ത് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് 5 ഹാഫ് ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ, തേർഡ് ഹാഫ് ഡബിൾ ക്രോഷേ, ഫോർത്ത് ഹാഫ് ഡബിൾ ക്രോഷേ, ഫിഫ്ത്ത് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇതൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുത്തിട്ട് നന്നായി വലിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ടെയിലില്ലേ, അത് നമുക്ക് ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനിവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ എനിക്ക് കിട്ടിയൊരു സജഷനാണ് കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബറും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്ററുമായിട്ടുള്ള മിഥില ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ താങ്ക് യു ചേച്ചിയുടെ ആ ഒരു കമൻറ്റിന്. അപ്പോൾ ഇതേ ഇതുപോലെ വേറൊരു ലീഫും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ലീഫിൻ്റെ 2 ടെയിൽ ലൈൻസും ഞാനിവിടെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ യാണിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് യാണിനൊന്ന് കൊടുത്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 30 ചെയിൻസാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതപ്പോൾ ഞാനിവിടെ 30 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഫ്ലവറിനെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 ടെയിൽസും നമുക്കിതിനകത്ത് ഒന്ന് സെക്യൂർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പസ്ട്രി നീഡിലെടുത്തിട്ട് ഇതിനൊന്ന് ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവേഴ്സിന് അകത്ത് കൂടെ ഈ യാണിനെ കൊടുത്തിട്ട് അതിങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വണ്ടി പോണ സൗണ്ടൊക്കെ കേൾക്കും, അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ലാവൻഡർ കീ ചെയിൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ആ ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനൊരു നീഡിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ടേപ്പസ്ട്രി നീഡിൽ തന്നെയാണ്, പക്ഷെ നേരത്തേനെക്കാട്ടി ഇതിൻ്റെ ഹോള് കുറച്ച് ചെറിയ ഹോളാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലീവ്സ് ഇങ്ങനെ തുന്നി കൊടുക്കാം. ഇനി നമുക്ക് കീ ചെയിനിൻ്റെ ആ ഒരു ചെയിൻ എടുത്തിട്ട് അതിലെ വലിയ ഒരു ചെയിൻ കിട്ടും, അതിനെ ഇതിലേക്ക് കൊളുത്തി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കീ ചെയിനിലേക്കും അതിനെ ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പ്ലക്കറൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചധികം പഴയതാണ്. ഞാൻ പണ്ട് മുതലേ ഇങ്ങനത്തെ ഓരോരോ ക്രാഫ്റ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികം തുരുമ്പെടുത്തതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ്നെസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊന്ന് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.